ഹജ്ജ് തീർത്ഥാടകർക്ക് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 1,25,000 രൂപ നൽകണം. അതായത് മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികം നൽകണം എന്നർത്ഥം. നിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തും എന്നായിരുന്നു 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിന് പോകുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. ഹജ്ജ് ഹൗസ് സ്ഥിതി ചെയ്യുന്നതും കരിപ്പൂരിലാണ്. എന്നാൽ കരിപ്പൂർ വഴി തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്കാണ് ഇരട്ടി പ്രഹരം. കരിപ്പൂർ വഴി പോകുന്ന ഒരു തീർത്ഥാടകൻ നൽകേണ്ടത് 1,25,000 രൂപയാണ്. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയുമാണ് നിരക്ക്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നിരക്ക് കുറവാണെങ്കിലും നിലവിലെ നിരക്ക് കുറയ്ക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് 24 പറഞ്ഞു. ഹജ്ജിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ നമ്മുടെ എയർ ഇന്ത്യ MD-ക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരും ഹജ്ജിനായി പോകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് 5,755 പേർ പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന കരിപ്പൂരിൽ തന്നെയാണ് അധിക നിരക്കും ഈടാക്കുന്നത്. കഴിഞ്ഞ തവണ കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പിന്നീട് നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും കാന്തപുരം പറഞ്ഞു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. പ്രവാസികളെയും യാത്രക്കാരെയും വിമാന കമ്പനികൾ കണ്ണിൽ ചോരയില്ലാതെ കൊള്ളയടിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സീസണായാൽ ചൂഷണത്തിന്റെ ആഴവും വർദ്ധിക്കും. ഇത്തവണ ഇരയായത് ഹജ്ജ് തീർത്ഥാടകരാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരു സംശയവും വേണ്ട, ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്ന ഹജ്ജ് തീർത്ഥാടകർ ഈ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കാൻ കഴിയാത്തവരാണ്. മാത്രമല്ല ഇതൊരു കൃത്യമായ വിവേചനമാണ്. ഇതൊരു തരം പകൽക്കൊള്ളയാണ് ഈ വിമാന കമ്പനികൾ നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നവർക്ക് ഈടാക്കുന്നതിനേക്കാൾ 40,000 രൂപ അധികം അത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന ഹജ്ജ് തീർത്ഥാടകർ നൽകണം എന്ന് പറയുന്നതിൽ വ്യക്തമായ ഒരു വിവേചനമുണ്ട്, അതിൽ അനീതിയുണ്ട്. അതുകൊണ്ട് ഇത് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തണമെന്നത് തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് മേൽ ഈ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? എന്താണ് അതിന് പിന്നിലുള്ള വികാരം? ഇതൊരു പകൽക്കൊള്ളയായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പോകുന്ന കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് കൂടുതൽ തുക നൽകേണ്ടി വരും. ഇത് തീർച്ചയായും ഈ ടിക്കറ്റ് നിരക്കിലെ വർധന ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഒരു സംഘടിതമായ കൊള്ളയാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും സർക്കാരുകൾ ഈ കാര്യത്തിൽ ഇടപെട്ട് പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിന് ഒന്നിച്ചുള്ളൊരു പ്രക്ഷോഭങ്ങൾ വേണം. ഇവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു തീരുമാനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. കാരണം യാത്രകൾക്ക് മറ്റുള്ള എയർപോർട്ടിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചെലവ് കുറയേണ്ട എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. യാത്രക്കാർക്ക് വേണ്ട സേവനത്തിൻ്റെ കാര്യത്തിലും കൂടി ഒന്ന് മുൻപന്തിയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ.